പാഠപുസ്തകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് LGS ലെവലിലുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ആദ്യത്തെ ചോദ്യം, കുറിച്യർ കലാപത്തിൻ്റെ നേതാവ് ആരായിരുന്നു? ഇത് PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. ഇതിൽ കുറിച്യർ കലാപത്തിൻ്റെ പ്രധാന നേതാക്കളാണ് രാമൻ നമ്പി, പ്ലായ്ക്കൽ ചന്തു, ആയിരം വീട്ടിൽ കൊന്തപ്പൻ, വെൺകോലൻ കേളു. അടുത്ത ചോദ്യം, അയിത്തക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല ഒരു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ബോർഡിലെ വാചകങ്ങളാണ് ഇവ. ഏതാണ് ആ സത്യാഗ്രഹം? ഉത്തരം ഓപ്ഷൻ സി, വൈക്കം സത്യാഗ്രഹം. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ആറ്റിങ്ങൽ കലാപം. ഗജേന്ദ്രമോക്ഷ വഞ്ചിപ്പാട്ടിന്റെ കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ സി, ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്ത്? ഉത്തരം ഓപ്ഷൻ ഡി, കുഞ്ഞൻ പിള്ള. മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേര് എന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ, നായർ സമുദായ ഭൃത്യജന സംഘം. ഈഴവ, മുസ്ലിം, ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് ന്യായമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി നടന്ന സമരം ഇവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, നിവർത്തന പ്രക്ഷോഭം. മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ മുസ്ലിം ഐക്യ സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ എ, വക്കം മൗലവി. പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിയുടെ പഴയ പേര്? ഉത്തരം ഓപ്ഷൻ ബി, സൈരന്ധ്രി വനം. ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന തേക്ക് പ്ലാന്റേഷൻ ആയ നിലമ്പൂർ ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ സി, മലപ്പുറം. ഉണ്ണിയേച്ചി ചരിതം, ഉണ്ണിച്ചിരുതേയി ചരിതം, ഉണ്ണിയാടി ചരിതം ഇവ ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം ഓപ്ഷൻ എ, ചമ്പുക്കൾ. 2001 യുനെസ്കോയുടെ അംഗീകാരം നേടിയ കേരളീയ കലാരൂപം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, കൂടിയാട്ടം. അടുത്ത ചോദ്യം, ഭാഷാഷ്ടപദി എന്ന കൃതിയുടെ കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ എ, രാമപുരത്ത് വാര്യർ. നക്ഷത്ര ബംഗ്ലാവിന്റെ സ്ഥാപകനായ ഭരണാധികാരി ആര്? ഉത്തരം ഓപ്ഷൻ ബി, സ്വാതി തിരുനാൾ. കൊച്ചി തുറമുഖത്തിന്റെ ഭരണ ചുമതല വഹിക്കുന്നത് ആര്? ഇത് PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. കൊച്ചി തുറമുഖം കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം ഓപ്ഷൻ സി, തിരുവനന്തപുരം. ഇന്ത്യൻ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഉത്തരം ഓപ്ഷൻ എ, മൗലാന അബ്ദുൽ കലാം ആസാദ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ ആര്? ഉത്തരം ഓപ്ഷൻ ഡി, ശ്രീനാരായണ ഗുരു. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്മാരകം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ഇന്ത്യ ഗേറ്റ്. ഇന്ത്യക്കകത്ത് എത്ര വർഷം സ്ഥിരതാമസമുള്ളയാൾക്കാണ് പൗരത്വത്തിന് അപേക്ഷിക്കുവാൻ അർഹതയുള്ളത്? ഉത്തരം ഓപ്ഷൻ എ, 5 വർഷം. മൗലിക അവകാശങ്ങളിൽ നിന്ന് സ്വകാര്യ സ്വത്തിനുള്ള അവകാശം എടുത്തു മാറ്റിയത് എത്രാമത് ഭരണഘടന ഭേദഗതിയിലൂടെയാണ്? ഉത്തരം ഓപ്ഷൻ സി, 44ാമത്. കേരളത്തിൽ സൈനിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വിമാനത്താവളം ഏത്? ഉത്തരം ഓപ്ഷൻ സി, വെല്ലിംഗ്ടൺ. ഇന്ത്യൻ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചിരിക്കുന്ന ഭാഷ? ഉത്തരം ഓപ്ഷൻ സി, സംസ്കൃതം. കടുവയെ ഇന്ത്യൻ ദേശീയ മൃഗമായി തീരുമാനിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ ദേശീയ മൃഗം ഏതായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ, സിംഹം. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത? ഉത്തരം ഓപ്ഷൻ സി, ബചേന്ദ്രി പാൽ. ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, മഹാനദി. ഇന്ത്യൻ നിയന്ത്രിത പ്രദേശത്തുള്ള ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഇതും PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു ആണ്. എന്നാൽ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗയും രണ്ടാമത് നന്ദാദേവി പർവ്വതമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് കൊടുമുടിയാണ്.
ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഉത്തരം ഓപ്ഷൻ എ ശരാവതി. കഴ്സൺ പ്രഭു നടപ്പിലാക്കിയ ബംഗാൾ വിഭജനം നിർത്തലാക്കിയ ഭരണാധികാരി ആര്? ഉത്തരം ഓപ്ഷൻ സി ഹാർഡിഞ്ച് പ്രഭു. ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുത്ത ആദ്യ ഇന്ത്യക്കാരൻ? ഉത്തരം ഓപ്ഷൻ ഡി ദാദാഭായ് നവറോജി. കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ. 2013 ജൂലൈ 15 മുതൽ ടെലിഗ്രാം നിർത്തലാക്കി. ഇത് ആരംഭിച്ച വർഷം എന്ന്? ഇത് PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെ? ഉത്തരം ഓപ്ഷൻ ഡി തിരുവനന്തപുരം. 181 എന്ന വനിതാ ഹെൽപ്പ്ലൈൻ നമ്പർ ആദ്യമായി നടപ്പിലാക്കിയ നഗരം? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഡൽഹി. ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച 5ാമത്തെ ഭാഷ ഏത്? ഉത്തരം ഓപ്ഷൻ സി മലയാളം. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ ആര്? ഉത്തരം ഓപ്ഷൻ ഡി പ്രധാനമന്ത്രി. മാതാപിതാക്കളുടെ മരണം കാരണം കുട്ടികളുടെ പഠിപ്പ് മുടങ്ങുന്നത് ഒഴിവാക്കുന്നതിനുള്ള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി? ഉത്തരം ഓപ്ഷൻ ബി സ്നേഹപൂർവം. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ്. ലോക ദാരിദ്ര്യ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഇത് PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. ലോക ദാരിദ്ര്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 17-നാണ്. ഇത് ആഗോളതലത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടിട്ടുള്ള വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന ഒരു ദിനമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനമായിട്ട് ആചരിക്കുന്നത്. ISROയുടെ ആസ്ഥാന മന്ദിരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി അന്തരീക്ഷ ഭവൻ. ബോധ്ഗയയിലെ മഹാബോധീശ്വര ക്ഷേത്രം പണികഴിപ്പിച്ച ഭരണാധികാരി ആര്? ഉത്തരം ഓപ്ഷൻ ബി അശോക ചക്രവർത്തി. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം? ഉത്തരം ഓപ്ഷൻ ഡി 1951. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ലഭിക്കുന്ന സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ബി കർണാടകം. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഉത്തരം ഓപ്ഷൻ ഡി ഡെറാഡൂൺ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഉരുക്ക് നിർമ്മാണത്തിൽ പ്രസിദ്ധമായ നഗരം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ദുർഗാപൂർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഗംഗ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ്? ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ വിക്രം സാരാഭായി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 സെഞ്ചുറി തികച്ച ക്രിക്കറ്റ് താരം ആര്? ഉത്തരം ഓപ്ഷൻ എ സച്ചിൻ ടെണ്ടുൽക്കർ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ആനകൾക്ക് പ്രസിദ്ധമായ സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി പെരിയാർ. യു ആർ യുണിക് എന്ന പുസ്തകം രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ APJ അബ്ദുൽ കലാം. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന മലയാളി ആര്? ഉത്തരം ഓപ്ഷൻ ബി AK ആന്റണി. കേരളത്തിൽ ചന്ദനക്കാടിന്റെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം? ഉത്തരം ഓപ്ഷൻ ഡി മറയൂർ. കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഏത്? ഉത്തരം ഓപ്ഷൻ എ ഉടുമ്പൻചോല. കുഞ്ചൻ നമ്പ്യാർ ജനിച്ച കിള്ളിക്കുറിശി മംഗലം ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ ബി പാലക്കാട്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി? ഉത്തരം ഓപ്ഷൻ എ പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം? ഉത്തരം ഓപ്ഷൻ ഡി 1951. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഏത്? ഉത്തരം ഓപ്ഷൻ സി ബംഗാൾ ഗസറ്റ്. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തുടങ്ങിയ ജില്ല? ഉത്തരം ഓപ്ഷൻ സി കൊല്ലം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഭാരം കുറഞ്ഞ പൈലറ്റ് ഇല്ലാത്ത വിമാനം? ഉത്തരം ഓപ്ഷൻ ഡി ലക്ഷ്യ 1. പ്രണബ് മുഖർജി ഇന്ത്യയുടെ എത്രാമത് രാഷ്ട്രപതിയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 13ാമത്. 14ാമത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ്. 15ാമത്തെ
രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. നിലവിൽ ദ്രൗപദി മുർമു ആണ് ഇന്ത്യയുടെ രാഷ്ട്രപതി. പീരിയോഡിക് ടേബിളിൽ 101ാമത്തെ മൂലകത്തിന്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ എ മെൻഡലേവിയം. യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കോൺകേവ് ദർപ്പണം. ധവളപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏത്? ഉത്തരം ഓപ്ഷൻ ബി പ്രകീർണനം. ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഏത്? ഉത്തരം ഓപ്ഷൻ സി ഹൈഡ്രജൻ. ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ 7. മൈക്രോഫോണിലെ ഊർജ്ജമാറ്റം എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ജൂൾ. സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ബുധൻ. വായുവിൽ ശബ്ദത്തിന്റെ വേഗത എത്ര? ഉത്തരം ഓപ്ഷൻ ബി 340 മീറ്റർ/സെക്കൻഡ്. ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഉത്തരം ഓപ്ഷൻ ഡി അലുമിനിയം. കണ്ണുകളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം? ഉത്തരം ഓപ്ഷൻ എ ജീവകം എ. മനുഷ്യഹൃദയത്തിന് എത്ര അറകളുണ്ട്? ഉത്തരം ഓപ്ഷൻ സി 4. ക്ഷയരോഗത്തിന് കാരണമായ രോഗകാരി? ഉത്തരം ഓപ്ഷൻ ബി ബാക്ടീരിയ. ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി പല്ല്. ഇത് കറുത്ത പൊന്ന് എന്ന പേരിൽ അറിയപ്പെടുന്നു ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് കുരുമുളക്. കേരളം എന്ന പേര് ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ഡി തെങ്ങ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം? ഉത്തരം ഓപ്ഷൻ ബി ഓക്സിജൻ. നട്ടെല്ലില്ലാത്ത ഒരു ജീവിയാണ്? ഓപ്ഷൻ എ വണ്ട്. ORS ലായനി ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം ഓപ്ഷൻ ബി ഔഷധം. കണ്ണാറ കാർഷിക ഗവേഷണ കേന്ദ്രം ഏത് വിളയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ഡി വാഴ. ഇത്രയും ചോദ്യങ്ങളാണ് അന്നത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന GK ഭാഗത്തു നിന്നുള്ളത്. താങ്ക് യു.